ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്നത് നേരത്തെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞ 9 സ്ഥാപനങ്ങളിലേക്കാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകും, അപേക്ഷ അയച്ചിട്ടുണ്ടാകും. അത് കമ്പനി കോർപ്പറേഷനിലെ LGS തസ്തികയുടെ നോട്ടിഫിക്കേഷനാണ്. ഇവിടെ എല്ലാവർക്കും സന്തോഷമെന്ന് പറയാൻ കാരണം സാധാരണ LGS എന്ന് പറയുന്നത് ഡിഗ്രിക്കാർ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ പറയും. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്കാർക്കോ അതിന് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെ 7ാം ക്ലാസ്സാണ് യോഗ്യതയെങ്കിലും ഡിഗ്രിക്കാർക്ക് യാതൊരു തരത്തിലുള്ള വിലക്കുമില്ല. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായവർ മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റുകൾ വരെ മത്സരിക്കുന്ന ഒരു വേദിയായി LGS കമ്പനി ബോർഡ് മാറും. അപ്പോൾ അവിടെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ച സംശയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വരുന്ന കമ്പനികൾ ഏതാണ്, കോർപ്പറേഷനുകൾ ഏതാണ്, അവിടെ ഏറ്റവും കൂടുതൽ നിയമന സാധ്യതയുള്ളത് എന്തിനൊക്കെയാണ്, അടുത്ത പ്രാവശ്യം എത്രമാത്രം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, ഈ കാര്യങ്ങളാണ്. അതിലൂന്നിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ മുന്നോട്ട് പോവുക. നമുക്ക് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ബോർഡ് കോർപ്പറേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ 423/2025 ആയത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പ്രൊഫൈലിലൂടെ നിങ്ങൾക്കിതിൻ്റെ അപേക്ഷ അയക്കാൻ കഴിയും. അപേക്ഷ തീയതി എന്ന് പറയുന്നത്, അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് 3/12/2025 ആണെന്ന് ഓർക്കണം. 2025 ഡിസംബർ 3-ാം തീയതിയാണെന്ന് ഓർക്കണം. അതിനു മുമ്പ് അപേക്ഷിക്കുക. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേയെ പറ്റി പറയുമ്പോൾ കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നിവ തസ്തികയിലേക്ക് അവർ നിശ്ചയിക്കുന്ന, അതാത് കമ്പനികൾ നിശ്ചയിക്കുന്ന സ്കെയിൽ ഓഫ് പേ ആണ് വരിക. ഈ സ്കെയിൽ ഓഫ് പേ വലിയ ഒരു കാര്യമാണ്. കാരണം പല കമ്പനികളുടെയും സ്കെയിൽ ഓഫ് പേയും വ്യത്യസ്തമായത് കൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാം. ഓരോ കമ്പനികളുടെയും സ്കെയിൽ ഓഫ് പേയും ഇപ്പോൾ ലഭിക്കാവുന്ന പേയും എടുത്ത് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ മറ്റു പരീക്ഷകളിലെ പോലെ ഡിഗ്രി ഉള്ളത് കൊണ്ട് ഇതിന് അയക്കാൻ പറ്റില്ലെന്നില്ല. ഡിഗ്രി ഉള്ളവർക്കും അയക്കാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അയക്കാം. നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ 7ാം ക്ലാസ് എന്നുള്ള അടിസ്ഥാന യോഗ്യത കടന്നിട്ടുണ്ടോ, നിങ്ങളെ സംബന്ധിച്ച് അപേക്ഷ അയക്കാം. പക്ഷെ ഒരു നിസ്സാരമായ ക്വാളിഫിക്കേഷൻ കൂടെ അവിടെ വരുന്നുണ്ട്. നോളജ് ഓഫ് സൈക്ലിംഗ്, സൈക്കിൾ ചവിട്ടാൻ അറിയണം. അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കാം. അത് ബൈക്കൊക്കെ ഓടിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ സൈക്ലിംഗ് അറിയാതെ വരില്ല. പക്ഷെ അവിടെ തന്നെ സ്ത്രീകളെയും വികലാംഗരായിട്ടുള്ള ആളുകളെയും ഭിന്നശേഷിക്കാരെയും സൈക്ലിങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. മറ്റുള്ളവർ മാത്രം സൈക്ലിംഗ് പഠിച്ചാൽ മതിയാകും. അപ്പോഴതിൻ്റെ ക്വാളിഫിക്കേഷനും സെറ്റാണ്. ഇനി അതിൻ്റെ ഏജ് പറഞ്ഞാൽ 18-36. അവിടെ നിങ്ങൾ 2/1/89-നും 1/1/2007-നും ജനിച്ച ആളാണെങ്കിൽ ഈ ഡേറ്റ് ഇൻക്ലൂഡാണ്, നിങ്ങൾക്ക് അപേക്ഷിക്കാം. പക്ഷേ ഇവർക്ക് മാത്രമല്ല അപേക്ഷിക്കാൻ കഴിയുക. നിങ്ങൾ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 2/1/1986 ജനിച്ചിട്ടുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയും. കാരണം അവരെ സംബന്ധിച്ച് 36 വയസ്സാണ് വരിക, 39 വയസ്സാണ് വരിക. ഇനി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ അഭ്യർത്ഥന 5 വർഷമാണ് റിലാക്സേഷൻ എന്നാണ് നിങ്ങളുടെ ധാരണ. പക്ഷെ അല്ല. ഈ തസ്തികയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത് മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് വന്ന് ഇപ്പോൾ SCCC അല്ലെങ്കിൽ OX എന്നുള്ള കേഡറിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏജ് ഓവർ ആണെന്ന് കരുതി ഇരിക്കരുത്, 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഫോർ അതർ കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ ഏജ് റിലാക്സേഷൻ പ്ലീസ് സി പാരാ 2, 1, 2, 3, 4, 6, 7 and 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പാരാ 2-2 നമ്മളോട് പറയുന്നുണ്ട്. ആ പാരാ ജനറൽ കണ്ടീഷനിലെ പാരാ 2-2 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡിഗ്രിയേക്കാൾ കുറഞ്ഞ ഒരു ക്വാളിഫിക്കേഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക്
മാക്സിമം 50 വയസ്സ് വരെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യാം. അതിൽ നിന്ന് മതപരിവർത്തനം ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, വെറും 7ാം ക്ലാസ് മാത്രമുള്ള ഒരാൾക്ക് പറ്റില്ല. 7ാം ക്ലാസ്സിനേക്കാൾ ഉയർന്ന ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇത് SC, ST അതുപോലെ തന്നെ അതിൽ നിന്ന് പരിവർത്തനം ചെയ്തവർ, ഇവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് രേഖാമൂലമായി ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കാര്യം ഈ പറയുന്ന ജനറൽ കണ്ടീഷനിലെ പാര 2.2 ആണ്. അത് ശ്രദ്ധിക്കുക. ഈ ജനറൽ കണ്ടീഷനിൽ പാര 2.2 പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഉദ്യോഗത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഒരു സർവകലാശാല ബിരുദത്തിൽ കുറവായിരിക്കുകയോ പട്ടികജാതി പട്ടികവർഗം പ്രായപൂർത്തിയായതിനു ശേഷം പട്ടികജാതിയിൽ നിന്നും ഏത് മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവരുടെ സന്താനങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് നിശ്ചിത യോഗ്യതയേക്കാൾ കൂടുതലായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കുകയും ചെയ്താൽ അപേക്ഷകർ മറ്റു വിധത്തിൽ ആ ഉദ്യോഗത്തിന് അർഹനാണെങ്കിൽ പരമാവധി പ്രായപരിധി അയാൾക്ക് ബാധകമായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ PSC അനുവദിച്ചിട്ടുള്ള 50 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവർഗം അതുപോലെ തന്നെ അതിൽ നിന്ന് പരിവർത്തനം ചെയ്തവർ ഇക്കാര്യം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ഇപ്പോൾ നിലനിൽക്കുന്ന റാങ്ക് പട്ടിക 12/1/2024 നിലവിൽ വരുന്നത്. 12/1/2024 ഈ പട്ടിക നിലവിൽ വരികയാണ്. ഈ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഏകദേശം 1.5 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ 2426 പേര് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 23/9/2025 വരെയുള്ള അഡ്വൈസിന്റെ കണക്കാണ് ഞാനിത് പറഞ്ഞത്. 11/1/2027 ഈ ലിസ്റ്റ് ക്യാൻസൽ ആവുക. 2027 ജനുവരി മാസത്തിലായിരിക്കും ഈ ലിസ്റ്റ് ക്യാൻസൽ ആകുക, പുതിയ ലിസ്റ്റ് നിലവിൽ വരിക. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇത് 4000 ഒക്കെ കഴിഞ്ഞ് 5000 അടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതേ സാധ്യത തന്നെ അടുത്ത ലിസ്റ്റിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തുടർന്ന് നിങ്ങൾ ഏവരും അറിയാൻ ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇവിടെ നിങ്ങളോട് 2426 നിയമനം നടന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ നിയമനങ്ങളിൽ മുഖ്യ പങ്കും, അതായത് 1983 നിയമനം, 2426 1983 നിയമനം നടന്നത് 3 സ്ഥാപനങ്ങളിൽ നിന്നാണ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ, ദ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ്, ദ കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റി, ഈ 3 സ്ഥാപനങ്ങളിൽ നിന്നാണ് പ്രമുഖമായി നിയമനം നടന്നത്. ബെപ്കോയിൽ 774 നിയമനങ്ങൾ നടന്നു, KSFയിൽ 612 നിയമനങ്ങൾ നടന്നു, KWയിൽ 597 നിയമനം നടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സിംഹഭാഗവും ഈ 3 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് നടന്നത്. തുടർന്നും നിങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഭൂരിഭാഗം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള 3 ഡിപ്പാർട്ട്മെന്റുകളാണ്. ആകർഷണീയമായ 3 ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണിത്. നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള LGS പോലെ തന്നെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുകയും ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ ഇപ്പോൾ ബെപ്കോയിലും KSFയിലും ഒക്കെ ആണെങ്കിൽ ബെപ്കോയിൽ കഴിഞ്ഞ വർഷം 1,10,000 വരുന്ന ഒരു ബോണസ് ആണ് ഓണത്തിന് നൽകിയത് ജീവനക്കാർക്ക്. അതുവരെ 1,10,000 ആണെന്ന് തോന്നുന്നു, എനിക്ക് അത്രയും വരുന്ന ഒരു റേഞ്ചിലാണ് കൊടുത്തത്. 98,000 വരെ ബോണസ് KSF കൊടുക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റാണ് ഇത് രണ്ടും. നമുക്ക് അതിലെ മോണിറ്ററി ബെനിഫിറ്റിനെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ അത് പ്രത്യേകം ചെയ്യാം. ഇപ്പോഴത് പറഞ്ഞാൽ അതിൻ്റെ സമയം ദീർഘിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രമുഖമായ ഡിപ്പാർട്ട്മെന്റ് KSDC ഫോർ SC/ST ലിമിറ്റഡ് ആണ്. കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST. അവിടെ 23 നിയമനങ്ങൾ നടന്നു. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് നല്ലൊരു ബോർഡാണ്, നമുക്ക് സാമാന്യം നല്ല ആനുകൂല്യം കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അവിടെ 48 നിയമനങ്ങളാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നടന്നത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 17 നിയമനങ്ങൾ, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 17 നിയമനങ്ങൾ നടന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ അടുത്തതായിട്ട് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അവിടെ 14 നിയമനങ്ങൾ നടന്നു. ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് 48 നിയമനങ്ങൾ നടന്നു. KSIDC ലിമിറ്റഡ് 4 നിയമനങ്ങൾ നടന്നു.
അപ്പോൾ ഞാനീ നേരത്തെ പറഞ്ഞ എത്ര സ്ഥാപനങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? അവിടെ നമ്മൾ എത്ര സ്ഥാപനങ്ങളെ പറ്റി പറഞ്ഞു? അവിടെ നമ്മൾ ബെപ്കോയെ പറ്റിയും KSFE പറ്റിയും KWA പറ്റിയും പറഞ്ഞു. പിന്നീട് KSDC ഫോർ SC/ST ലിമിറ്റഡിനെ പറ്റി പറഞ്ഞു. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിനെ പറ്റി പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ കേരള ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, HDCK ലിമിറ്റഡ്, KSIDC ലിമിറ്റഡ്. 9 സ്ഥാപനങ്ങൾ. ഈ 9 സ്ഥാപനങ്ങളിലാണ് പ്രമുഖമായ പങ്കും. അതിൽ ആദ്യം പറഞ്ഞ 3 സ്ഥാപനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കുറേ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. KSINC ലിമിറ്റഡ്, പിന്നീട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് നമ്മൾ പറഞ്ഞാണ്, KSDP ലിമിറ്റഡ്, പിന്നെ KSWWB, പിന്നെ KSBCDC, ഇങ്ങനെ കുറേ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ 2, 3, 4 ഒക്കെ നിയമനങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്നത് നേരത്തെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞ 9 സ്ഥാപനങ്ങളിലേക്കാണ്. പിന്നെ ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ഉണ്ട്, മെയിൻസ് ഉണ്ട്. പ്രിലിമിനറി ഇല്ലെന്നൊന്നും നിങ്ങൾ കരുതരുത്. ഇത് സ്റ്റേറ്റ് തലത്തിലുള്ളതാണ്. അപേക്ഷകൾ എന്തായാലും 2 ലക്ഷത്തിലധികരിക്കും. പ്രിലിമിനറി നടത്തിയേ പറ്റൂ. കമ്മീഷനെ സംബന്ധിച്ച് പ്രിലിമിനറിയും ഉണ്ടാകും, മെയിൻസും ഉണ്ടാകും, മത്സരവും ഉണ്ടാകും. കാരണം ഡിഗ്രി ജയിച്ചവരെ ഇവിടെ വിലക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 7ാം ക്ലാസ് മുതൽ മുകളിലോട്ട് യോഗ്യതയുള്ള എല്ലാവരും ഇതിനു വേണ്ടി അണിനിരക്കുന്നത് കൊണ്ട് തന്നെ കടുത്ത മത്സരമുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം പ്രിലിമിനറിയിൽ 75.54 കട്ട് ഓഫ്. ഈ പ്രാവശ്യവും അതേ കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കണം. 70 മുകളിലുള്ള കട്ട് ഓഫ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രിലിമിനറിയെ നേരിടണം. മെയിൻസിൽ കഴിഞ്ഞ പ്രാവശ്യം 76.67 കട്ട് ഓഫ്. 3712 പേരുടെ മെയിൻ ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്തത്. അവിടെ 76.67 കട്ട് ഓഫ് വന്നത്. ഈ പ്രാവശ്യവും 70 മുകളിലുള്ളൊരു കട്ട് ഓഫ് തന്നെ നിങ്ങളുടെ പ്രതീക്ഷയിൽ ഉണ്ടായേ മതിയാകൂ. കടുത്ത മത്സരത്തിലേക്കാണ് നിങ്ങൾ പോവുക. ആ മത്സരത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാകണം. പിന്നെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കും. ഇത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിന് വേണ്ടിയുള്ള പരീക്ഷയല്ലേ, അപ്പോൾ ചോദ്യങ്ങൾ സിമ്പിളായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ പൊതുവായിട്ട് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട ഒരു സിലബസിനെ പറ്റി പറയുകയാണ്. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും 20 മാർക്ക്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾ റെഫർ ചെയ്യുക. അവിടെ ഡിഗ്രിക്കാർക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, 7ാം ക്ലാസ് മുതൽ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് യോഗ്യതയുള്ളവരയച്ചാലും അവരുടെ അപേക്ഷ ഇവിടെ റിജക്റ്റ് ചെയ്യപ്പെടില്ല. അങ്ങനെയുള്ളൊരു ഓപ്പൺ കോമ്പറ്റീഷനുള്ള അവസരം ഒരുങ്ങുമ്പോൾ ഡിഗ്രി ഇല്ലാത്തവർ അല്ലെങ്കിൽ താഴോട്ടുള്ളവർ ഡിഗ്രിക്കാർ വരുന്നുണ്ടോ എന്ന് കരുതി പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എഴുതാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ വരിക. അതുകൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പ്രിലിമിനറി ലിസ്റ്റ് 30,000-ൽ കൂടുതൽ ആളുകളെയൊക്കെയാണ് പ്രിലിമിനറിയിൽ ഉൾപ്പെടുത്തുക. പിന്നീട് നമ്മുടെ മെയിൻ വരുമ്പോഴും അതിലൊരു 4,000 അല്ലെങ്കിൽ 3,500 വരുന്ന ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാരെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഇന്ധനം നൽകിക്കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസത്തോടെ, ആ ഊർജത്തോടെ ഈ എക്സാമിനേഷനെ നമുക്ക് ക്രാക്ക് ചെയ്തേ മതിയാവൂ. എല്ലാവർക്കും വിദ്യാശംസകൾ. ഗുഡ് ബൈ.